ഇതാ ഞങ്ങളുടെ കൂടെ ഒത്തിരി പേര് ഇവിടെ നിൽക്കുന്നു. തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വാഹനങ്ങൾ ഓടിച്ച് ഈ പൊരി വെയിലത്ത് ഇങ്ങനെ പ്രസംഗിക്കുന്ന കാരണം ജോലി ഇല്ലാഞ്ഞിട്ടല്ല ഇവർക്കൊന്നും, വേറെ മറ്റ് സമയങ്ങളില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞങ്ങളെ അനുഭവിച്ച ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ ഉപദ്രവിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷെ പ്രിയരെ ഒന്നറിയാതെ പോകരുത്, അതവരാ സന്ദേശിക്കുന്ന ദൈവം യേശു ക്രിസ്തുവാണ്. അത് അനുഭവിച്ചറിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. അറിവല്ല, പഠിപ്പല്ല, അവൻ മറ്റവർ പറഞ്ഞിട്ടല്ല. യേശു നല്ലവനെന്ന് രുചിച്ചറിയണമെങ്കിൽ നിനക്ക് പാപക്ഷമ കിട്ടണം. കർത്താവേ, ഞാനൊരു പാപിയാണ്, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കിടന്ന് 10 ബെഡ് ഇങ്ങനെ കിടക്കുക, 8 ബെഡ് ഫുള്ള. എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ കേൾക്കണോ, ഇതെല്ലാം എൻ്റെ മതത്തിനോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ സഹോദരങ്ങൾക്കോ ഒന്നും എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ പറ്റില്ല. ഇവിടെ വീടിന് പെയിന്റ് അടിച്ച് മാറ്റം വരുത്താം, ബസ്സിന് നല്ല കുട്ടപ്പനെ പെയിന്റ് അടിച്ച് മാറ്റി പറ്റാം. പക്ഷേ മനസ്സിന്റെ സ്വഭാവത്തിന് മാറ്റം വരണമെങ്കിൽ ക്രിസ്തു ഹൃദയത്തിലേക്ക് വരണം. അതുകൊണ്ട് ഇതാരും മതം പറഞ്ഞ് പ്രസംഗിക്കും. ഇത് നിങ്ങൾക്ക് തോന്നും ഇത് ഇവരിങ്ങനെ പ്രസംഗിക്കുന്നു, അനുഭവിച്ചതാ. ഞങ്ങളോ ആമേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ഇന്ന് ഞങ്ങൾ ഈ പൊരിവേലും ഞങ്ങൾക്ക് ജോലിയിൽ മക്കളുണ്ട്, കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ വിട്ട് ഈ പൊരിവേലത്ത് ഈ സ്നേഹ സന്തോഷം കാറ്റു കൊടുക്കുമ്പോ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് ഞങ്ങൾ മരിച്ച ആമേ സ്വർഗത്തിലേക്ക് പോകും. ഇന്ന് നീ മരിച്ച നിന്റെ നിത്യത എവിടെ നീ ചെലവഴിക്കും? പ്രിയരെ, എത്ര പേര് മരണത്തിലേക്ക് ഇന്ന് പ്രഭാതം കാണുന്ന ഭൂമിക്ക് മാറ്റപ്പെട്ടു. പ്രിയരെ, നരകം എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നമുക്കറിയാം, അമേരിക്കയിലേക്കും ലോക രാജ്യങ്ങളിലേക്കും പാസ്പോർട്ടും അറിവും പണമൊക്കെ ഉണ്ടെങ്കിൽ പോകാം. എന്നാൽ നീ ദിവസിക്കുന്ന ഒരു ഭൂമിയും ഒരാകാശമുണ്ട്. അതിലേക്ക് കടക്കണമെങ്കിൽ ആരുടെ റെക്കമെൻഡിലേക്ക് പോകാൻ പറ്റില്ല. ദൈവത്തിനും മനുഷ്യർക്കും ഏകമധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഇന്ന് ഇവിടെ ഇത് കേൾപ്പിക്കുന്ന ഉദ്ദേശം, ആരെങ്കിലും ഭവനത്തിന്റെ അകത്തോ ആരെങ്കിലും വേദന എന്നാരും സ്നേഹിക്കാനില്ലോ, ഞാനിനി എല്ലാം കൊണ്ട് അവസാനിച്ചു, കടബാധം കൊണ്ട് ഞാൻ ഇനി മരിക്കാൻ പോകാം, സ്നേഹമില്ല എന്ന് ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. കടന്നു വരിക മകനെ, കടന്നു വരിക. ഹോസ്പിറ്റലിൽ വെച്ച് 8 ബെഡിൽ 2 ബെഡ് ഒഴിവ് കിടക്കുമ്പോൾ ഞാൻ അവിടെ കിടക്കുക. ഒരു ബെഡിൽ കേൾക്കണോ, ഒരു ബെഡിൽ സ്വസ്ഥതയില്ല. ഇതേ സീസണിൽ 2011 കിടക്കുമ്പോൾ കേൾക്കണോ, ഞാൻ ദൈവത്തെ ആരാ ദൈവം എന്ന് സമാധാനം തരുന്ന ദൈവമുണ്ടോ? വീട്ടിന്റെ ആധാരം പണയപ്പെടുത്തി കള്ളു കുടിക്കണമെങ്കിൽ എവിടത്തോളം പോയി പ്രിയരെ. എല്ലാവരും തള്ളി വലിച്ചെറിഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ ഡിസ്ട്രിക്റ്റുകളിൽ അലഞ്ഞു തിരിയുമ്പോൾ ആരും ഒരു സമാധാനം തരുവാനില്ല, ഒരു നല്ല വാക്കും പറയാനില്ല. എന്നാൽ ലാസ്റ്റ് ഒരു തുണ്ട് കയറെടുത്ത് എനിക്കിനി ജീവിക്കണ്ട, മരിക്കാൻ പോയിരുന്നൊരു വ്യക്തിയാണ് പ്രിയരെ. ആ മരിക്കാൻ പോയി എടുത്തുനിന്ന് എന്നെ ഈ കർത്താവ് രക്ഷിച്ചു. അതേ, മരണം സംഭവിക്കും, എന്നാ മരണത്തെ ആമേ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ തന്നെ മരണവും പുനരുദ്ധാനവും എന്ന് പറഞ്ഞ ക്രിസ്തുവിൽ മരിക്കുന്ന ആമേ അവർക്ക് നിത്യജീവനുണ്ട്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും ജീവിക്കും. ആ പ്രത്യാശ അനുഭവങ്ങൾ കൊണ്ട് ഇത്രയും വേറെ മദ്യക്കുപ്പിയായിട്ട്